ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മാർജിൻ ട്രേഡഡ് ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഏഞ്ചൽ വണ്ണിൽ MTFൽ ഒരു സ്റ്റോക്ക് എടുക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാ മാർക്കറ്റിലെ ദിവസങ്ങളിലും രാവിലെ 7:30 നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഉണ്ടായിരിക്കും. അതിനുശേഷം രാവിലെ 11:30 മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു സെഷൻ തന്നെയാണ്. നമ്മുടെ ഡൗട്ട്സ് നമുക്ക് അവിടെ കമൻസിലൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ പുറമെ നമ്മുടെ സ്റ്റോക്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷണൽ വ്യൂസ് കൂടി അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ലൈവ് തന്നെയാണത്. ഇനി ഞങ്ങളുടെ വ്യൂസ് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. MTF എന്താണ് എന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പോയി മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇവിടെ ഏഞ്ചൽ വണ്ണിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ 3 ഓപ്ഷൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്: ഡെലിവറി, ഇൻട്രാഡേ, പേ ലേറ്റർ. ഡെലിവറിയിൽ നമുക്ക് ലോങ് ടേമിലേക്കായിട്ട് നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാം. ഇൻട്രാഡേയിൽ അതാത് ദിവസം തന്നെ വാങ്ങിച്ച് സെല്ല് ചെയ്യാം. പേ ലേറ്ററാണ് നമ്മൾ MTFനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ മുകളിൽ കാണുന്നത് പോലെ പേ ലേറ്റർ. ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 1,00,000 ഷെയറാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. അതായത് 35 ഷെയറുകൾ വാങ്ങിക്കുന്നു. അവിടെ നമുക്ക് വരുന്ന ആകെയുള്ള കോസ്റ്റ് 30,452 രൂപയാണ്. അതായത് നമ്മുടെ കയ്യിൽ ആകെ 30,500 രൂപയുണ്ടെങ്കിൽ 1,00,000 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അത്തരത്തിൽ MTFൽ അതായത് ഏഞ്ചൽ വണ്ണിൽ പേ ലേറ്ററിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര കാലം നമുക്കത് ഹോൾഡ് ചെയ്യാൻ കഴിയും, എത്ര ചാർജാണ് അതിന് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. MTF എന്നാൽ ഒരു ലോൺ എടുക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്നുറപ്പാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 0.049% പെർ ഡേ ആണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റോക്ക് വാങ്ങിയതിന് അടുത്ത ദിവസം മുതൽ ചാർജ് ചെയ്യും. കൂടാതെ ഈ സ്റ്റോക്ക് MTFൽ അഥവാ പേ ലേറ്ററിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന പീരീഡ് എന്ന് പറയുന്നത് 90 ദിവസമാണ്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 1,00,000 രൂപ വിലമതിക്കുന്ന ഷെയർ നമ്മൾ MTFൽ വാങ്ങി അത് രാത്രി 9 മണിക്ക് മുൻപായി നമ്മൾ പ്ലഡ്ജ് ചെയ്യണം. ഇത്തരത്തിൽ പ്ലഡ്ജ് ചെയ്തില്ലെങ്കിൽ ഷെയർ 7 ദിവസത്തിനുള്ളിൽ സ്ക്വയർ ഓഫ് ചെയ്യപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ മാർജിൻ ഷോർട്ട് ഫാൾ ആണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഓപ്പൺ പൊസിഷനുകൾ നിലനിർത്താൻ ലഭ്യമായ മാർജിൻ ആവശ്യമായ മാർജിന് താഴെയാണെങ്കിൽ ഈ മാർജിൻ ഷോർട്ട് ഫാൾ സംഭവിക്കും. അത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ 4 ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ ബ്രോക്കർ നമ്മുടെ ഷെയറുകൾ സ്ക്വയർ ഓഫ് ചെയ്യും. അടുത്തത് പ്ലഡ്ജിങ്ങിൻ്റെയും അൺപ്ലഡ്ജിങ്ങിൻ്റെയും ചാർജുകളിലേക്ക് 20 രൂപ പ്ലസ് GST ആണ് ചാർജ് ചെയ്യുന്നത്. MTFൽ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ മാർക്കറ്റ് അവറിന് ശേഷം ഒരു മെയിലും ആപ്പിൽ പ്ലഡ്ജ് ചെയ്യുന്നതിൻ്റെ റിക്വസ്റ്റും വരും. ആപ്പിൽ ഈ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ റിക്വസ്റ്റ് അവിടെ ആക്സെപ്റ്റ് ചെയ്യും. ഒരിക്കൽ പ്ലഡ്ജ് ചെയ്ത് അത് ആക്സെപ്റ്റ് ആയെങ്കിൽ CDSൽ നിന്ന് ഒരു മെയിലും അതുപോലെ ഒരു മെസ്സേജും നമുക്ക് വരും. അതായത് നമ്മുടെ പേ ലേറ്റർ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. മറ്റൊരു കാര്യം കൂടിയുള്ളത്, MTF ഫെസിലിറ്റി ഇക്വിറ്റി ഷെയറിന് മാത്രമാണുള്ളത്. F&O, കറൻസി, കമ്മോഡിറ്റി എന്നിവയിൽ ഒന്നും ലഭിക്കുന്നതല്ല. പേ ലേറ്റർ അഥവാ MTF എന്നത് വലിയ പ്രോഫിറ്റിലേക്കും അതുപോലെ തന്നെ നമുക്ക് നഷ്ടത്തിലേക്കും പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് ചെയ്യുക. നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് അതിൽ എൻ്റർ ചെയ്യുക. ഇനി ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുമുണ്ട്. മാർജിൻ ട്രേഡഡ് ഫണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.